മനഃശാസ്ത്രത്തിൽ മനുഷ്യരെ രണ്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് എക്സ്ട്രാവേർട്ട്, ഒന്ന് ഇൻട്രോവേർട്ട്. നമ്മൾ യൂട്യൂബിലെ നല്ല വ്ളോഗുകളിലും ഈ എക്സ്ട്രാവേർട്ടിനെ ഇൻട്രോവേർട്ടിനെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ അത് 100% ശരിയാണ്. കാരണം നമ്മൾ എക്സ്ട്രാവേർട്ട് എന്ന വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റുന്നത് പൊതുസ്ഥലങ്ങളിലും പബ്ലിക്കുകളിലും മറ്റുള്ള വ്യക്തികളിലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക, നല്ലവണ്ണം സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളാണ് എക്സ്ട്രാവേർട്ട്. എന്നാൽ ഇൻട്രോവേർട്ടോ ഒരു വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തിൽ അവർ സ്വയം ബിഹേവ് ചെയ്യുന്നതാണ് ഇൻട്രോവേർട്ട്. ആരോടും സംസാരിക്കില്ല, ആരോടും മിണ്ടില്ല, ആരോടും വലിയൊരു ആൾക്കൂട്ടത്തിനിടയിലോ കല്യാണ ഫംഗ്ഷനിലോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ ബർത്ത്ഡേ ഫംഗ്ഷനോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴോ അവർ പോകാറില്ല. വീട്ടിലെപ്പോഴും വീട്ടിലോ പൊതുസ്ഥലത്തൊന്നും അവർ ചടഞ്ഞുകൂടിയിരിക്കുന്ന വ്യക്തികളാണ്. അവർ പൊതുസ്ഥലങ്ങളിൽ വല്ലാതെ സംസാരിക്കില്ല, ആരോടും കെയറിയില്ല. മറ്റുള്ള വ്യക്തികൾ അവരെ നല്ല രീതിയിൽ വീക്ഷിക്കുന്ന വ്യക്തികളുമാണ് ഈ ഇൻട്രോവേർട്ട്. ഈ ഇൻട്രോവേർട്ടാണ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിത വിജയം വളരെയധികം മുന്നേറുന്നതാണ്. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന മിക്ക വ്യക്തികളും ഇൻട്രോവേർട്ടുകൾ തന്നെയാണ്. കാരണം ഇൻട്രോവേർട്ടുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവാൻ നല്ല സാധ്യതയാണ്. കാരണം അവർ എപ്പോഴും സൈലൻ്റാണ്. സൈലൻ്റാന്ന് പറഞ്ഞാൽ ആരെയും ബിഹേവ് ചെയ്യില്ല, ആരോടും സംസാരിക്കില്ല. അവർ സ്ത്രീകളോട് പോലും സംസാരിക്കാത്ത, വലിയ ബിഹേവ് ചെയ്യാത്ത ഒരുപാട് വ്യക്തികളുണ്ട് ഈ ഇൻട്രോവേർട്ടിൽ. ഇൻട്രോവേർട്ടിൽ പൊതുവേ മറ്റു വ്യക്തികളോട് സംസാരിക്കുമെങ്കിലും സ്ത്രീകളോട് വലുതായിട്ട് സംസാരിക്കാത്തൊരു വ്യക്തിയാണ് ഇൻട്രോവേർട്ട്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരെ അവർ അവർ എല്ലാത്തിലും അവർ ജാഗ്രതരായിരിക്കില്ല. കാരണം എന്തിനും അറിവുള്ളവരായിരിക്കും. അവർ റൂം ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക്കായിട്ട് ക്ലീൻ ചെയ്യാനോ അവരെന്തെങ്കിലും ആയിട്ട് ഒരു 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 വൃത്തിയില്ലാത്ത ചെറുതായിട്ട് ഒരു വിശേഷമുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ അവർ ലൈഫിൽ വലിയ വിജയങ്ങളും ലൈഫിലെ വലിയ ശ്രദ്ധാലുക്കളും ലൈഫിലെ വലിയ നേട്ടങ്ങളും ആഗ്രഹിക്കുകയും ആ നേട്ടത്തിൽ എത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇൻട്രോവേർട്ടുകൾ. അവരെ ആർക്കും തകർക്കാൻ സാധിക്കില്ല. അവരെ ആർക്കും തകർക്കാൻ ശ്രമിച്ചാലും അവരുടെ മുമ്പിൽ തകർന്നു കൊടുക്കുന്ന വ്യക്തികളാണ് അവർ. പക്ഷേ അവരെ തകർത്തുകാലും അവർ എത്ര രീതിയിൽ അവരെ തകർത്താൻ ശ്രമിച്ചാലും അവരൊരിക്കലും തകരില്ല. അവരെ എങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹരാസ് ചെയ്താൽ നോക്കിയാലും അവരൊരിക്കലും അത് തളരാത്ത ഒരു വ്യക്തികളാണ് അവർ അവരോട് തന്നെ പോരാടുന്ന വ്യക്തികളാണ്. മറ്റുള്ളവരുടെ ദേഷ്യപ്പെടില്ല. മറ്റുള്ളവരോട് എന്തൊക്കെ പറഞ്ഞാലും, മറ്റുള്ളവർ എന്ത് ബിഹേവ് ചെയ്താലും, മറ്റുള്ളവർ എന്തൊരു മോശമായി ചെയ്താലും മറ്റുള്ളവരൊരിക്കലും അവരെ ദേഷ്യപ്പെടില്ല. അവരെ സ്നേഹമായിട്ടാണ് കാണുന്നത്. അവരോട് എന്തെങ്കിലും ചെറിയൊരു പിണക്കമുണ്ടെങ്കിൽ, അവരുടെ ചെറിയായിട്ട് എന്തെങ്കിലും ഒരു ദേഷ്യമോ പകയോ ഉണ്ടെങ്കിൽ അത് അവരോട് തീർക്കില്ല. അവരോട് തന്നെ പറഞ്ഞു തീർക്കും. അവരോട് തന്നെ കരഞ്ഞു തീർക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ഈ ഇൻട്രോവേർട്ടിനെ കുറിച്ച് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഈ ഇൻട്രോവേർട്ടുകൾക്ക് നമ്മൾ പ്രത്യേക കാര്യം, മറ്റുള്ള വ്യക്തികളുടെ പ്രത്യേക കാര്യം, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇൻട്രോവേർട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ കെയർ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും വലിയ സുഹൃത്ത് അവർ തന്നെയാണ്. നിങ്ങളവരെ ചതിക്കില്ല, നിങ്ങളവരെ വഞ്ചിക്കില്ല, എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ട ഒരേ ഒരു കാര്യം അവരോടുള്ള കെയറിങ്, അവരുള്ള സ്നേഹം, അവരെ അകറ്റാതെ നിർത്തുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ആദ്യം നമ്മൾ നോക്കുക എക്സ്ട്രോവേർട്ട്. ഈ എക്സ്ട്രോവേർട്ടുള്ള വ്യക്തികൾ എല്ലാ വ്യക്തികളോടും നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും, എല്ലാവരോടും നല്ല ബിഹേവ് ചെയ്യും. പക്ഷേ ഒരു പ്രത്യേകത അവർക്കുള്ളത്, ആരോട്ടും വലിയ വില കൊടുക്കാത്ത ഒരു വ്യക്തികളാണ് അവർ വലിയൊരു വാദമുള്ള സംസാരം മാത്രമേ ഉള്ളൂ, നല്ലൊരു കെയറിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ മറ്റുള്ള വ്യക്തികളെ സഹായകരമായിട്ട് അവർ ഒരിക്കലും ചെയ്യില്ല. അവർ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, അവർ സ്വന്തം വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത്. അവരുടെ ഉള്ളിലുള്ള എല്ലാം ഒരു കളങ്കം. അവർ നിഷ്കളങ്കരല്ല. ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള കളങ്കമാണ് അവരുടെ ഉള്ളിലുള്ളത്. അവരോട് ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, അവരുടെ ബിഹേവ് നിങ്ങൾ ശ്രദ്ധിക്കുക. അധികം നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തികൾ, അധികം നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന വ്യക്തി എക്സ്ട്രാവേർട്ടുകളാണെന്ന് നിങ്ങൾ അവരെ കണക്കാക്കണം. 100% അവർ എക്സ്ട്രാവേർട്ടുകൾ തന്നെയാണ്. നിങ്ങളും അധികം ബിഹേവ് ചെയ്യും. പക്ഷേ നിങ്ങളോട് അധികം വലിയ വായിലുള്ള രീതിയിൽ സംസാരിച്ച് നിങ്ങൾ ബിഹേവ് നല്ല വലിയ സംഭവമാണ്, നീ വലിയ സംഭവമാണ്, നീ വലിയ ഇതാണ് നമ്മളെ പൊക്കി പറയുമെങ്കിലും തന്നെ അവർ നമ്മളെ ഇടയ്ക്ക് വെച്ച് തരം താഴ്ത്തുന്ന ഒരു വ്യക്തിയാണ് അവർ.
ഏതെങ്കിലും ഒരു അവസരഘട്ടങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ നമ്മളെ ചവിട്ടി പുറത്താക്കുന്ന ഒരു കാര്യമാണ്. ഇൻട്രോവേർട്ട് അങ്ങനെയല്ല. നിങ്ങൾ ഇൻട്രോവേർട്ടുകളെ ഒരുപാട് പേരെ നിങ്ങൾ ദ്രോഹിക്കും. ഇൻട്രോവേർട്ട് കാണുന്നത് ഇവനൊരു വിഡ്ഢിയാണല്ലോ, ഇവനൊരു സംസാരിക്കാൻ ഒരു മുഖനാണ്, ഇവരൊരു കഴിവില്ലാത്തതാണല്ലോ, ഇവനൊരു വിഡ്ഢിയാണല്ലോ, ഇവനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ അവരാണ് നിങ്ങളുടെ കൂടെ എന്തും ഉണ്ടാവുന്നത്. വാതുറന്ന് സംസാരിക്കുന്ന, വാതുറന്ന് നിങ്ങളോട് കൂടെ കെയർ ചെയ്യുന്ന, നിങ്ങൾ എന്തിനും നിങ്ങൾ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് നിങ്ങൾ കൂടെ. ഒരിക്കലും അതല്ല. നിങ്ങളോട് ബിഹേവ് ചെയ്യാത്ത, നിങ്ങളോട് സംസാരിക്കാത്ത, നിങ്ങളോട് അടുപ്പിക്കാത്ത വ്യക്തി, നിങ്ങളുടെ മുമ്പിൽ ഒരു പരാജയമെന്ന് തോന്നുന്ന വ്യക്തി, അവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം, ഏറ്റവും വലിയ ഒരു അമൂല്യ ഒരു വസ്തു. അവരെ നിങ്ങൾ തീർച്ചയായിട്ടും കെയർ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. നമ്മുടെ ഈ സമൂഹങ്ങളിൽ കാണുന്ന എല്ലാ വ്യക്തികളെയും എക്സ്ട്രാവേർട്ടും ഇൻട്രോവേർട്ടും തിരിച്ചറിയണമെങ്കിൽ അവരോടുള്ള ബിഹേവിങ് മാത്രമായിരിക്കണം. അവരുടെ സംസാരത്തിലൂടെയാണ്. ഒരു വ്യക്തിയെ നോട്ടം കൊണ്ടോ ഒരു വ്യക്തിയെ ഉള്ള ഒരു പരിചയം കൊണ്ടല്ല, അവരോട് സ്നേഹിച്ച്, അവരോട് സംസാരിച്ച് ഫ്രണ്ട്ലിയായി നോക്കുക, ഫ്രണ്ട്ലി ആവുകയാണ് അവിടെ ചെയ്യേണ്ടത്. നിങ്ങൾ അവർക്ക് എല്ലാ പുരുഷർക്കും ഒരു പരീക്ഷണം കൊടുക്കണം. സ്നേഹത്തിലൂടെ പരീക്ഷണം. നിങ്ങൾ എന്തെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവരെ അറിയിക്കുകയാണെങ്കിൽ, അതവരെ തിരസ്കരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓർക്കുക അവർ എക്സ്ട്രാവേർട്ടാണ്. കാരണം അവർ നിങ്ങളൊരു ആവശ്യപ്പോൾ നിങ്ങൾ സ്വഭാവമായിട്ട് നിങ്ങളോട് സഹകരിച്ച്, നിങ്ങളോട് മിണ്ടി എടുത്തു, നിങ്ങളോടെല്ലാം കെയർ ചെയ്തു, ഇതെല്ലാം ചെയ്തൊക്കെ തന്നെ നിങ്ങളൊരു ആവശ്യം വന്നപ്പം അവർ നിങ്ങളുടെ കൂടെയില്ല. പക്ഷേ നിങ്ങൾ അകറ്റുന്ന, നിങ്ങൾ ഒരു സൈലൻ്റായ ഒരു വ്യക്തി, ഒരു വിഡ്ഢിയായ ഒരു വ്യക്തി, നിങ്ങളുടെ ഒരു കൊള്ളില്ലാത്തൊരു വ്യക്തി, നിങ്ങൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തോടൊരു സഹായം നിങ്ങൾ ചോദിച്ചു നോക്കിയേ. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യും. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്ന